കഥ ഹൃദയജാലകം തുറന്നപ്പോൾ പാർട്ട് 33. രചന ശാലിനി ഇ.എ. അടുക്കളയിൽ തിരക്കിട്ട പണിയിലാണ് സുനന്ദ. കുറച്ചു നേരത്തെയാണ് ബാമ വിളിച്ചു പറയുന്നത് ചിറ്റൂർ മംഗലത്ത് കുട്ടികളുടെ കൂടെ ജോല വരുന്നുണ്ടെന്ന്. കേട്ടപ്പോൾ കുറച്ച് ദേഷ്യമൊക്കെ തോന്നി. ഒന്നുമില്ലെങ്കിലും പ്രായപൂർത്തിയായ പെൺകുട്ടിയല്ലേ, കണ്ണിക്കണ്ട ആൺപിള്ളേരുടെ കൂടെ വിടാമോ? ഏത് കൊമ്പത്തെ തറവാടികളാണെന്ന് പറഞ്ഞാലോ ആണ് ആണും പെണ്ണും തന്നെ. അതിന് ഭൂമിയിൽ ഒരു മാറ്റവുമില്ല. അവളല്ലേ ചിന്തിക്കേണ്ടത് കൊച്ചിനെ ആൺപിള്ളേരുടെ കൂടെ പറഞ്ഞേക്കരുതെന്ന്. ഇവർക്കൊക്കെ പഠിപ്പും വിവരം ഉണ്ടായിട്ട് എന്താ കാര്യം ഭഗവാനെ? എന്തായാലും അങ്ങേരിങ്ങി വരട്ടെ, പെങ്ങളോട് 2 വർത്തമാനം ചോദിപ്പിച്ചിട്ടേ ഉള്ളൂ കാര്യം. അല്ല, പറമ്പിൽ കളിച്ചോണ്ട് നിന്ന ഇങ്ങേരിതെങ്ങോട്ട് പോയി? ഇപ്പോൾ കുറച്ചിടായിട്ട് എവിടേക്ക് പോകും പോയി പറയില്ല. പ്രായമാകും തോറും ഓരോ കള്ളത്തരങ്ങളും കൂടി വരിക. ആയതെല്ലാം മേശപ്പുറത്തെടുത്ത് വയ്ക്കുമ്പോഴാണ് സുനന്ദ ക്ലോക്കിലേക്ക് നോക്കുന്നത്. 2 മണി കഴിഞ്ഞല്ലോ ഭഗവാനെ. അവിടെ നിന്ന് പോന്നു എന്ന് പറഞ്ഞ മക്കളും എത്തിയിട്ടില്ല, പുറത്തേക്ക് പോയ അച്ഛനും എത്തിയിട്ടില്ല. സത്യേട്ടന് നേരം വൈകുന്നില്ലെന്ന് വിളിച്ചു പറഞ്ഞൂടെ? അവരെങ്ങനെ ആത്മഹത്യം ചെയ്യുമ്പോഴാണ് പൂമുഖവാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ടത്. ഇതാരൊപ്പം തുറന്നത്? ചാരിയിട്ട വാതിലാണല്ലോ. ആരെങ്കിലും തുറക്കാതെ വാതിൽ തുറന്ന് കിടക്കില്ല. സുനന്ദ വേഗം പൂമുഖത്തേക്ക് ചെന്നു. കാറല്ലേ മുറ്റത്ത് കിടക്കുന്നത്? സത്യേട്ടൻ വന്നോ? എവിടെ പോയാലും വീട്ടിൽ കയറി വന്ന ഉടനെ സുനന്ദയെന്ന് വിളിച്ച് അടുക്കളയിലേക്ക് വരാറുള്ള ആളാണല്ലോ. സുനന്ദ വേഗം ബെഡ്റൂമിലേക്ക് ചെന്നു. റൂമിലെ സോഫയിൽ എല്ലാം തകർന്നവനെ പോലെ ഇരിക്കുന്നുണ്ട് സത്യനാഥൻ. സത്യേട്ടൻ, ഇത് എപ്പോഴാ വന്നേ? ഞാൻ അറിഞ്ഞില്ലല്ലോ. സമയം ഇത്രയായെന്ന വിചാരം. ഊണ് കഴിക്കണ്ടേ? ഷുഗറും കൊളസ്ട്രോളും എല്ലാം ഉണ്ട്. നേരത്തിന് ഭക്ഷണം കഴിച്ചാലല്ലേ അതിൻ്റെ മരുന്നൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. ഇതുവരെ ഇല്ലാത്ത പുതിയ ശീലങ്ങളൊക്കെ ആണല്ലോ സത്യേട്ടൻ കാണിക്കുന്നത്. സോഫയിലേക്ക് ചാരിയിരുന്നിരുന്ന സത്യനാഥൻ കൈത്തരങ്ങിൽ തല താങ്ങി താഴോട്ട് നോക്കിയിരുന്നു. എന്താ സത്യേട്ട, തലവേദനിക്കുന്നുണ്ടോ? സുനന്ദ സത്യനാഥൻ്റെ അരികിലേക്കിരുന്ന് തലയിൽ കൈവച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. പനിയൊന്നും ഇല്ലല്ലോ, പിന്നെന്താ നിങ്ങളിങ്ങനെ ഇരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറയൂ സത്യേട്ട, മനുഷ്യന് ടെൻഷൻ അടിപ്പിക്കാതെ. സുനന്ദയുടെ ചോദ്യത്തിന് ഒരു വിങ്ങിപ്പൊട്ടലായിരുന്നു മറുപടി. എന്താ കാര്യം? എന്തിനാ കരയുന്നേ? ജോലമോൾക്ക് എന്തെങ്കിലും പറ്റിയോ? അവൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട് എന്നും പറഞ്ഞു ഭാമ വിളിച്ചിരുന്നു. ഏതോ 2-3 ആൺപിള്ളേരുടെ കൂടെ. എന്തായാലും എന്നോട് തുറന്നു പറയൂ സത്യേട്ടാ, എനിക്ക് വയ്യ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ. അതോടെ അയാൾ മുഖം അമർത്തി തുടച്ചുകൊണ്ട് സോഫയിൽ നേരെ ഇരുന്നു. നിന്റെ സംശയങ്ങളെല്ലാം ശരിയായിരുന്നു. എന്ത് സംശയം? അപ്പോഴും സുനന്ദയുടെ മനസ്സിൽ ജോലയ്ക്ക് എന്തോ അപകടം പറ്റിയെന്ന ധാരണയാണ്. 21 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയ കുഞ്ഞ് നമ്മുടേതല്ല എന്ന് നിനക്ക് തോന്നിയ സംശയം ശരിയായിരുന്നു എന്ന്. എന്താ പറഞ്ഞത്? സത്യേട്ടൻ ഇപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ അന്വേഷിച്ചറിഞ്ഞു. അപകടം നടന്ന പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ എൻ്റെ കൂടെ മുൻപ് വർക്ക് ചെയ്തിരുന്ന ദാമോദരൻ പോറ്റിയുടെ മകനാണ്. അദ്ദേഹമെല്ലാം അന്വേഷിച്ചു കണ്ടുപിടിച്ചു തന്നു. നമ്മുടെ കൂടെ അപകടത്തിൽപ്പെട്ട കാറിൽ അച്ഛനും അമ്മയും 2 ആൺകുട്ടികളും 6 മാസം പ്രായമായ 2 ഇരട്ട പെൺകുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ചോറ് കൊടുക്കാൻ ഗുരുവായൂർ പോകുമ്പോഴായിരുന്നു അപകടം. ആ ഇരട്ട കുഞ്ഞുങ്ങളിൽ ഒന്നിനെയാണ് നമുക്ക് കിട്ടിയത്. സത്യനാഥൻ പറഞ്ഞത് കേട്ട് ഇടിവെട്ടേറ്റതുപോലെ തരിച്ചിരുന്നു പോയി സുനന്ദ. സത്യേട്ടാ, എന്താ പറഞ്ഞത്? നമ്മളിതുവരെ വളർത്തിയത് നമ്മുടെ മോളല്ലെന്നോ? അപ്പോൾ നമ്മുടെ മോളോ? സുനന്ദയുടെ ചോദ്യത്തിലെ വിറയിൽ അയാളെ വല്ലാതെ തളർത്തി കളഞ്ഞു. ഒരു നിമിഷം അയാൾ മൗനമായിരുന്നു. 21 വർഷം മുൻപ് ആ ആക്സിഡൻറ്റിൽ നമ്മുടെ മോൾ അവളിന്നീ ഭൂമിയിലില്ല സുനന്ദ. നമുക്ക് അവരുടെ കുഞ്ഞിനെ കിട്ടിയതുപോലെ അവർക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ ബാക്കി പറയാൻ ആകാതെ തളർന്നിരുന്നു പോയി സത്യനാഥൻ. അതോടെ സുനന്ദ പൊട്ടിക്കരഞ്ഞു. നമുക്കെല്ലാം നഷ്ടപ്പെട്ടു. മകൾ മരിച്ച 21 വർഷങ്ങൾക്ക് ശേഷമാണ് അവൾക്ക് വേണ്ടി ഒരിറ്റ് കണ്ണുനീർ നമ്മൾ ഒഴുക്കുന്നത്. നാളെ ജോലമോളുടെ അവകാശികൾ എല്ലാ തെളിവുകളുമായി വന്നാൽ നമുക്ക് അവളെയും നഷ്ടപ്പെടും. ഇല്ല, അയാൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപേ അവൾ അലറി. എൻ്റേതാ, എൻ്റെ മോളാ. കൊടുക്കില്ല അവളെ, ആർക്കും കൊടുക്കില്ല. അവളെ ചൊല്ലി അവകാശം പറഞ്ഞുകൊണ്ട് ആരും ഈ പടി കയറി വരണ്ട. ഞാൻ വളർത്തിയ കുഞ്ഞ, എൻ്റെ മാറിടത്തിൽ അമൃത് കുടിച്ച അവൾ വളർന്നത്. സത്യേട്ടൻ, എനിക്ക് വാക്കുതാ, അവളെ ആർക്കും കൊടുക്കില്ലെന്ന്. അയാൾ അവളെ തൻ്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ചു. സുനന്ദേ, നീ ആലോചിച്ച് നോക്ക്. ഇത്രയും വർഷം നമുക്ക് സന്തോഷിക്കാൻ ദൈവം തന്നതില്ലേ അവളെ? അല്ലെങ്കിൽ ഈ കാലം അത്രയും നമ്മൾ 2 പേരും തനിച്ച് ജീവിക്കുമായിരുന്നില്ലേ? നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ദൂരെ ഒരിടത്ത് ഒരു അച്ഛനും അമ്മയും ഒത്തിരി കരഞ്ഞിട്ടുണ്ടാവില്ലേ? നേരത്തെ നമ്മൾ കരഞ്ഞതുപോലെ അവരുടെ കുഞ്ഞും നഷ്ടപ്പെട്ടിട്ടില്ലെന്നറിഞ്ഞ് ചോദിക്കാൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാ സുനന്ദെ കൊടുക്കാതിരിക്കുക?
അവൾ നമ്മുടെ പ്രാണനാണെങ്കിലും സത്യേട്ടൻ കഴിയോ കൊടുക്കാൻ? എന്നേക്കാളേറെ മോളെ സ്നേഹിച്ചത് നിങ്ങളല്ലേ മനുഷ്യ. പല കാര്യത്തിലും ഞാൻ അവളെ വഴക്ക് പറയുമ്പോഴും അവൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരുന്ന് അവൾക്കൊപ്പം നിൽക്കുന്ന നിങ്ങളല്ലേ. ആ നിങ്ങൾക്ക് കഴിയോ അവളെ മറ്റൊരുത്തർക്ക് കൊടുക്കാൻ? പറ സത്യേട്ടാ, കഴിയോ നിങ്ങൾക്ക്? അയാളില്ലെന്ന് തല വിലങ്ങനെയാട്ടി. എന്തായാലും 2 വർഷം കഴിഞ്ഞാൽ അവളെ നമുക്ക് കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ? മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കണ്ടേ? അപ്പോൾ നമ്മൾ ഈ വേദന സഹിച്ചില്ലേ തീരും? ഇപ്പോഴാണെങ്കിൽ അത് കുറച്ചു നേരത്തെയായി എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ അവളെ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നിങ്ങൾ ചെയ്താൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല സത്യേട്ടാ. ആ അമ്മയുടെ വേദനയ്ക്ക് മുൻപിൽ ആ അച്ഛന് ഒന്നും പറയാൻ വാക്കുകളില്ലായിരുന്നു. ആ സമയത്താണ് മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം അവർ കേൾക്കുന്നത്. സത്യേട്ടാ, മോൾ വന്നെന്ന് തോന്നുന്നു. നമ്മൾ അറിഞ്ഞ കാര്യങ്ങളൊന്നും നമ്മളായിട്ട് അവളോട് പറയരുത്. അങ്ങനെ ആരെങ്കിലും അവളെ ചോദിച്ചു വരുമ്പോഴല്ലേ ആ സമയത്ത് അവൾ തീരുമാനിക്കട്ടെ. നീ കണ്ണും മുഖവും കഴുകി. കരഞ്ഞ മുഖമൊന്നും അവൾ കാണണ്ട. അപ്പോഴേക്കും ഞാൻ ഉമ്മറത്തേക്ക് ചെല്ലട്ടെ. അത് പറഞ്ഞുകൊണ്ട് അയാൾ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് നടന്നു. ജ്വാല കാറിൽ നിന്നും ബാഗെടുത്ത് ഇറങ്ങുമ്പോൾ ആകാശിനെ നോക്കി ചിരിച്ചും കൊണ്ട് തലയാട്ടി. അവനും അവളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. ബാലു അവളുടെ പിന്നാലെ ഇറങ്ങി ഉമ്മറത്തേക്ക് ചെന്നു. ഉമ്മറത്തെ പടിക്കെട്ടിൽ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു സത്യനാഥൻ. അച്ഛാ, എന്തു പറ്റി? എന്താ മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നേ? പനിക്കുന്നുണ്ടോ? അവൾ ആശങ്കയോടെ അയാളുടെ നെറ്റിയിലും കഴുത്തിലും എല്ലാം കൈവച്ച് നോക്കി. കുറേശ്ശെ. ഇന്നലെ മുതൽ അമ്മയ്ക്ക് നല്ല പനിയായിരുന്നു. ചിലപ്പോൾ അത് പകർന്നതാവും. അത് പറഞ്ഞുകൊണ്ട് അയാൾ ഒന്ന് ചിരിച്ചു. അതോടെ അവൾ ആ പടിക്കെട്ടിൽ നിന്നുകൊണ്ട് തന്നെ അയാളുടെ നെഞ്ചത്തേക്ക് ചാരി നിന്നുകൊണ്ട് കെട്ടിപ്പിടിച്ചു. എൻ്റെ അച്ഛൻ്റെ പനിയൊക്കെ ഞാൻ മാറ്റിത്തരുമല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ അവളുടെ മൂർധാവിൽ ഒന്ന് നുകർന്നു. ആ നിമിഷം അയാളുടെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പിയിരുന്നു. സ്റ്റാരിങ് പിടിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ മിഴികൾ ആ അച്ഛനെയും മകളെയും സുസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. അയാളുടെ മനസ്സിൽ എന്തോ കിടന്ന് പിടയുന്നുണ്ടെന്ന് അവൻ ആ നിമിഷം മനസ്സിലായി. സത്യനാഥോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോകുമ്പോഴും കാളിദാസിൻ്റെ മനസ്സിൽ അയാളുടെ നിറഞ്ഞു തുളുമ്പിയ മിഴികളായിരുന്നു. ജ്വാല തിരിച്ചെത്തിയാൽ ഒരുപാട് വഴക്ക് പറയണമെന്ന് കരുതിയ സുനന്ദ നിമിഷനേരങ്ങൾ കൊണ്ട് അതെല്ലാം മറന്നുപോയി. ആ അച്ഛനും അമ്മയും തങ്ങളുടെ മനസ്സിലെ വേദന മനസ്സിൽ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് അവൾക്കായി കളിചിരികളിൽ മുഴുകി. പിറ്റേന്ന് കാലത്ത് ജ്വാല ചിറ്റൂർമംഗലത്ത് തറവാട്ടിൽ പോയില്ല. അന്നത്തെ മാധവിൻ്റെ ക്ലാസ്സിൽ അവളിരുന്നത് വളരെ അസ്വസ്ഥമായ മനസ്സോടെയായിരുന്നു. ക്ലാസ് എടുക്കുമ്പോൾ എല്ലാം അവൻ്റെ ശ്രദ്ധ അവളിലേക്ക് മാത്രമായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരാന്തയിലൂടെ നടക്കുമ്പോഴാണ് അവൾ പിന്നിലൂടെ ഓടിയെത്തിയത്. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മാധവ് ഒരു പുഞ്ചിരിയോടെ തിരിഞ്ഞു നിന്നു. എന്താ ജോലിക്ക് പറയാനുള്ളത്? ചിറ്റൂർമംഗലത്ത് തറവാട്ടിൽ സാറിനായി ഒരു സർപ്രൈസ് ഉണ്ട്. സമയം കിട്ടുമ്പോൾ സാറിൻ്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ചു ചോദിക്കൂ. അവൻ അമ്പരുന്ന മിഴികളോടെ ജ്വാലയെ നോക്കി. എന്ത് സർപ്രൈസാണ് ജ്വാല? അത് കൂട്ടുകാരൻ പറയും. അതോടെ മാധവ് ചിരിച്ചു. ഇത്രയൊക്കെ പറയാമെങ്കിൽ ആ സർപ്രൈസ് എന്താണെന്ന് കൂടെ പറഞ്ഞുകൂടെ മോളെ നിനക്ക്? അത് ഞാൻ പറയില്ല എന്ന് പറഞ്ഞ് അവൾ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞോടി. ചിറ്റൂർമംഗലത്ത് തറവാട്ടിലെ സർപ്രൈസ് എന്തായിരിക്കുമെന്ന ചിന്തയോടെയാണ് അവൻ സ്റ്റാഫ് റൂമിലേക്ക് കയറി ചെന്നത്. എന്തായാലും ഫോണെടുത്ത് ദാസിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് വിചാരിച്ച് ഫോൺ എടുത്തപ്പോഴാണ് കാളിദാസിൻ്റെ 2-3 മിസ്ഡ് കോൾ അതിൽ കിടക്കുന്നത് കണ്ടത്. അപ്പോൾ സംഗതി കാര്യമേറിയതാണ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ കാളിദാസിനെ തിരിച്ചു വിളിച്ചു. ഹലോ. അപ്പുറത്ത് ഫോൺ എടുത്തതും മാധവ് വിളിച്ചു. മാധവ, നാളെ രാവിലെ നീ അനിയത്തിയെയും കൂട്ടി തറവാട്ടിലേക്കൊന്ന് വരുമോ? എന്താ ദാസ? നിനക്കായി അവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? സർപ്രൈസ് ആദ്യമേ വിളിച്ചു പറഞ്ഞിട്ട് നിന്നെ കാണിക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ? പറ്റുമെങ്കിൽ നാളെ രാവിലെ വാ. ഓക്കെ, ഞാൻ വരാം. നീ ഉണ്ടാവില്ല അവിടെ? എന്ത് തിരക്കും മാറ്റിവെച്ച് ഞാൻ അവിടെ ഉണ്ടാകും. എനിക്ക് കാണണം ആ അസുലഭ നിമിഷം. സത്യം പറഞ്ഞാൽ അന്നത്തെ രാത്രി മാധവിന് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. എന്ത് സർപ്രൈസാണ് കാളിദാസ് തറവാട്ടിൽ കരുതി വെച്ചിരിക്കുന്നത് എന്നറിയാതെ അവൻ കണ്ണുകൾ തുറന്നു തന്നെ കിടന്നു. പിറ്റേന്ന് 7 മണിക്ക് മാധവിൻ്റെ കാർ തറവാട്ട് മുറ്റത്തെത്തി. അവൻ ഹൃദയം കൂട്ടി തറവാട്ടിനുള്ളിലേക്ക് കയറി ചെന്നു. അവരെ കണ്ടതും ശാരദ നിറഞ്ഞ ചിരിയോടെ അടുത്തേക്ക് വന്നു. കഴിഞ്ഞ ദിവസം ആകാശിനെ കണ്ടതു മുതൽ അവർ വലിയ സന്തോഷത്തിലായിരുന്നു. ആകാശിൻ്റെ കഥ കേട്ട് എല്ലാവർക്കും അത്ഭുതമായി. മാധവ് ഇരിക്കൂ, ചായ കുടിക്കാം.
അവൻ ശാരദയോട് മറുപടി പറയുമ്പോഴും സ്റ്റെയർ കേസിന് മുകളിലെ കാളിദാസിൻ്റെ തല കണ്ടു. അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിടമ്മേ, കുറച്ചു കഴിഞ്ഞ് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചായ കുടിക്കാം. എങ്കിൽ മാധവ് ഹൃദയയും കൂട്ടി മുകളിലേക്ക് ചെല്ല്, പിന്നീട് നമുക്ക് ചായ കുടിക്കാം. അതോടെ അവർ ഹൃദയയുടെ കൈപിടിച്ച് മുകളിലേക്ക് കയറി. അന്ന് മാധവ് കിടന്നിരുന്ന റൂമിന് മുൻപിൽ കാളിദാസും ബാലുവും നിന്നിരുന്നു. കൂടാതെ ഗോപകുമാറും മുരളിനാഥും ഇപ്പുറത്ത് ചുമരും ചാരി നിൽക്കുന്നുണ്ട്. ശാരദയും സേതുലക്ഷ്മിയും കാളിന്തിയും സ്റ്റെയർ കയറി അവർക്കരികിലേക്ക് വന്നു. മാധവ് എല്ലാവരുടെയും മുഖത്തേക്ക് അമ്പരന്ന് നോക്കി. എന്താ എന്താ എല്ലാവരും കൂടി? അവൻ്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ടായിരുന്നു. തൻ്റെ കൈത്തണ്ടയിൽ ഹൃദയയുടെ കൈ മുറുകുന്നത് അവൻ അറിഞ്ഞു. അവർക്കുള്ളിലും ടെൻഷൻ നിറയുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. കാളിദാസ് ആ മുറിയുടെ വാതിൽ തുറന്നു അകത്തേക്ക് കയറി. മാധവ്, ഈ മുറിക്കുള്ളിൽ ഒരാളുണ്ട്, നീ ഒന്ന് കണ്ടു നോക്കൂ, എവിടെയെങ്കിലും വെച്ച് പരിചയമുണ്ടോയെന്നറിയാലോ. അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞതും മാധവ് ഹൃദയയുടെ കൈ പിടിച്ച് ആ മുറിക്കുള്ളിലേക്ക് കടന്നു. അവിടെ ജാലകത്തിനടുത്ത് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരുവൻ. അവനരികിലേക്ക് നടക്കുംതോറും മാധവിൻ്റെ നെഞ്ചി പെരുമ്പറ കൊട്ടാൻ തുടങ്ങി, ഒപ്പം മുറുകുന്ന ഹൃദയയുടെ കൈയും. മാധവ് ജാലകത്തിനടുത്ത് എത്തിയതും പുറംതിരിഞ്ഞു നിൽക്കുന്നവൻ്റെ അവൻ്റെ നേർക്ക് തിരിഞ്ഞതും ഒരുമിച്ചായിരുന്നു. മോനെ ആകാശ്! അതൊരു നിലവിളിയായിരുന്നു. കൊച്ചേട്ടാ എന്ന വിളിയോടെ മാധവിൻ്റെ കൈത്തണ്ടയിൽ പിടിവിട്ടുകൊണ്ടവൾ ആകാശിൻ്റെ നെഞ്ചിലേക്ക് വീണു. തുടരും കഥയുടെ അടുത്ത ഭാഗം.